സ്നേഹനിധികളായ ആത്മാന്വേഷകരെ, സൂഫി സാധകരെ, മസ്നവിയെ മഅനവിയുടെ പുതിയ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഈ കഥയുടെ ഏറ്റവും അവസാനത്തെ ഈരടികളിലേക്ക്. ഇതിൽ പറഞ്ഞു വരുന്ന ഏതാണ്ട് കഥയുടെ ഭാഗം അതിൻ്റെ ഇടയിൽ പറഞ്ഞ് ആ കഥ പൂർത്തിയായി കഴിഞ്ഞു. ആ സർഗർ, ആ സ്വർണ്ണപ്പണിക്കാരൻ ഗുരുവിൻ്റെ ആ പാനീയം കുടിച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഈ കഥയുടെ പൊരുളിലേക്ക് പറയുക തന്നെയാണ്. അവിടെ ഗുരുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്, ഗുരുവിൻ്റെ നിഗൂഢ പ്രകാശത്തെയാണ്, ആ നിഗൂഢസ്ഥമാം വഴികളെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. കാരണം ഗുരു ഇവിടെ ആ സ്വർണ്ണപ്പണിക്കാരനെ കൊല ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാമാന്യ അർത്ഥത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കൊല ചെയ്തിരിക്കുന്നു. എന്തിനാണ് കൊല ചെയ്യുന്നത്? ശരിയാണോ? അതിൻ്റെ പൊരുൾ എന്താണ്? ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ ആ സ്വർണ്ണപ്പണിക്കാരൻ ആ പദാർത്ഥ തലത്തിൻ്റെ പ്രതീകമാണ്. അതിനെപ്പോലും എന്താണ് ഈ സുബോധ്യത്തിലേക്ക് ഈ നഫ്സിനെ കൊണ്ടുവരാൻ വേണ്ടി അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദിവ്യ പ്രചോദനത്താലാണോ? എങ്ങനെയാണ് അത് ഗുരുക്കന്മാർ ചെയ്യുന്നത്? ആ വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ആ വഴികളെക്കുറിച്ച് ഗുരു ആവിഷ്കരിക്കുന്ന രീതി, ഗുരു എങ്ങനെയാണോ ഒരു ശിഷ്യനിൽ പ്രവർത്തിക്കുന്നത്, ഒരു ശിഷ്യ ഹൃദയത്തെ എങ്ങനെയാണോ പരിപൂർണമായും പരിവർത്തിതമാക്കുന്നത്, അതിൻ്റെ ഏതെല്ലാം തലങ്ങളിലൂടെ അതിനെ മുക്തമാക്കുന്നു എന്നതിനെ വളരെ വ്യക്തമാക്കുന്ന ചില വരികളിലൂടെയാണ് ഇനി പറയാൻ പോകുന്ന ഭാഗത്ത് കടന്നു പോകുന്നത്. അതിമനോഹരമായ ഒരു ജ്ഞാനത്തിൻ്റെ കൈവഴികളാണ് ഇതിലുള്ളത്. ഇത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലുള്ള മുത്തുകളെ, ആഴങ്ങളിലുള്ള ജ്ഞാനപ്രകാശത്തെ പരിലസിപ്പിച്ചുകൊണ്ടാണ്, അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഈ ഗുരുവിനെ സുബോധ്യമാക്കുന്നത് ഈ വരികളിൽ. അപ്പോൾ ഇതെന്താണ് പറയുന്നത് എന്നതിൻ്റെ ഒരു ടൈറ്റിലുണ്ട്, അത് വായിക്കാം. ഇന്നത്തത് ഡേ 63 10/1 222 മുതൽ 227 വരെ ഈരടികളാണ് ഇന്ന് പറയുന്നത്. ബയാനെ അൻകെ കുഷ്തൻ വ സഹർദാദൻ മർദ് സർഗർ ബ ഇഷാറത്ത് ഇലാഹി ബൂദ് നബെ ഹവായ നഫ്സ് വ തഅമ്മുലെ ഫാസിദ്. അതായത് സ്വർണ്ണപ്പണിക്കാരന് വിഷം കൊടുത്ത് കൊല ചെയ്തത് ദേഹേച്ഛയുടെ താല്പര്യത്താലോ തെറ്റായ വെളിപാടിലോ അല്ല, ദിവ്യപ്രചോദനത്താൽ തന്നെയായിരുന്നു എന്ന വിശദീകരണമാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ ഫാർസി വരി നമുക്ക് വായിക്കാം. കുഷ്തനെ ആൻ മർദ് ബർ ദസ്ത് ഹക്കീം നീ പി ഉമ്മീദ് ബൂദൂനി സബീം ഊന നഗുഷ്തഷ് അസ്ബറായെ തബ്അശാഹ് താ നയാമദ് അമ്രു ഇൽഹാമെ ഇലാഹ് ആൻ പിസറ കഷ് ഹലിർ ബുബ്രീദ് ഹൽഖ് സിർ ആൻ റാ ദർ നയാബദ് ആമെ ഹൽഖ് ആൻ കെ അസ് ഹഖ് യാബദ് ഊ വഹ്യോ ജവാബ് ഹർചെ ഫർമായത് ബുവദ് ഈനെ സവാബ് ആൻ കെ ജാൻ ബഖ്ഷദ് അഗർ ബുഖ്ഷദ് റവാസ്ത് നായബസ്തു ദസ്തെ ഊ ദസ്തെ ഖുദാസ്ത് ഹംചു ഇസ്മായിൽ പീശഷ് സർ ബനഹ് ഷാദു ഖൽദാൻ പീശ തീഖഷ് ജാൻ ബദേ. ഇതിൽ പറയുന്നത് കുഷ്തനെ ആൻ മർദ്, ആ മനുഷ്യനെ വധിച്ചത്, ബർദസ്ത് ഹക്കീം, ആ ദിവ്യ ബിഷഗ്വരൻ്റെ കൈകളാൽ ആ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത്. നീ പി ഉമ്മീദ് ബൂദു, അത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല. നീ പി ഉമ്മീദ് ബൂദ്, എന്തെങ്കിലും രാജാവിൽ നിന്ന് എന്തെങ്കിലും ഉപഹാരമോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അസുഖത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭണ്ഡാരം എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് രാജാവ് പറഞ്ഞ ആ രാജാവിൻ്റെ സമ്മാനങ്ങളെ മോഹിച്ചോ, നീ സബീം, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടോ അല്ല, അത് സുഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ രാജാവിൽ നിന്നുണ്ടാകുന്ന അതൃപ്തിയോ അല്ലെങ്കിൽ ശിക്ഷയോ ഭയപ്പെട്ടിട്ടല്ല. അതായത് ഒന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയോ ആയിരുന്നില്ല അത് ചെയ്തത് എന്നതിൻ്റെ സാമാന്യ തലത്തിൽ പറയാണ്. അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞത്
അസ്ബറായ തബേഷ, രാജാവിൻ്റെ ഇംഗിതത്തിൻ്റെ പേരിലുമല്ല, രാജാവിൻ്റെ ഇംഗിതത്തിന് വേണ്ടി മാത്രമല്ല, താ നയാമത്, അത് വരാതിരുന്നത് വരെ അത് ചെയ്തിട്ടില്ല, അമ്രുൽ ഇലാഹി, അമ്രു ഇൽഹാമേ ഇലാഹ്, ആ ദൈവികമായ വെളിപാടുകൾ വരുന്നത് വരെ, അത് വരാതിരുന്നത് വരെ രാജാവിൻ്റെ ഇംഗിതമുണ്ടെങ്കിലും അത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. അത് ദൈവികമായ യഥാർത്ഥമായ ഇൽഹാമിൻ്റെ ആ ദിവ്യപ്രചോദനത്തിൻ്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനെ ഇല്ലാതാക്കേണ്ടതിന് ഇല്ലാതാക്കിയത്. ആ ചങ്ങലയുടെ അപ്പുറത്തെ കണ്ണിയെ പൊട്ടിച്ചത്, ആ കണ്ണി പൊട്ടിക്കുന്നതിന് പോലും ഓരോ കർമ്മങ്ങളിൽ പോലും ഗുരുക്കന്മാരുടെ ഓരോ കർമ്മത്തിലും അതിൻ്റെ ദൈവികമായ പിൻബലമുണ്ട്, ദൈവികമായ വെളിപാടുകളുണ്ട് എന്നതാണ്. എന്നിട്ട് ഖുർആനികമായ ഒരു ഉദാഹരണം പറയാണ്. ആൻ പിസറ കഷ് ഖലിർ ബുബ്രീദ് ഹൽഖ്, ആ കുട്ടിയെ, ആൻ പിസറ കഷ്, ആ ഏതൊരു കുട്ടിയാണ്? ഖലിർ ബുബ്രീദ് ഹൽഖ്, ഖലിർ എന്ന ഒരു മഹാമനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു 2 സമുദ്രങ്ങൾ ചേരുന്ന ഇടത്ത് വെച്ച് മൂസ പ്രവാചകൻ കണ്ടുമുട്ടിയ ദിവ്യപ്രചോദനത്താൽ പിന്തുടരാൻ പറഞ്ഞ ഖളിർ എന്ന ഒരു മഹാമനുഷ്യനെ കുറിച്ചിട്ട്. അദ്ദേഹം പ്രവാചകനാണോ അല്ലയോ എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫ് എന്ന അൽ കഹ്ഫ് സൂറത്തിൻ്റെ അവസാന ഭാഗത്തിൽ അതിൽ ആ കഥ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് പോകുമ്പോൾ ആ ഗുരു പറയുന്നുണ്ട്, ഖളിർ എന്ന ഗുരു മൂസ എന്ന ശിഷ്യനോട് പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് പൂർണ്ണമായും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ആ ദൈവത്തിൻ്റെ കൽപ്പനയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിൻ്റെ മൂസായുടെ നിയമത്തിനെതിരാണ്. അദ്ദേഹം അവിടെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. ബുബ്രീദു ഹൽഖ്, ആ ഖണ്ഡം ഛേദിച്ച് കളഞ്ഞു. ഒരു കുട്ടിയെ കൊന്നു കളഞ്ഞു. ഇവരുടെ യാത്രയിൽ വെച്ചിട്ട് ആദ്യം ഒരു കപ്പലിനെ ഓട്ടയാക്കിയ സംഭവം പറയുന്നത് അത് വലിയൊരു സംഭവഗതിയാണ്. ഈ കാര്യം മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ഖണ്ഡം ഛേദിച്ച് കളഞ്ഞു, അതിനെ കൊന്നുകളഞ്ഞു. ആ കൊന്നു കളഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് എന്താണ്? എന്നാലോ ആ കൊന്നു കളഞ്ഞതിന് സിർ ആൻ റാ ദർ നയാബദെ ആ മഹൽഖ്, ആ ചെയ്ത കാര്യങ്ങളെ, അതിൻ്റെ സിറിനെ, അതിൻ്റെ രഹസ്യത്തെ ആർക്ക് മനസ്സിലായില്ല? ആ മെഹൽഖ്, സാമാന്യ ജനത്തിന് ഒരിക്കലും അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ ജ്ഞാനപരമായ ഗുരുക്കന്മാരുടെ നിഗൂഢസ്ഥമായ വഴികളെ ഒരിക്കലും സാമാന്യ സമൂഹത്തിനോ സാമാന്യ മനസ്സിനോ സാമാന്യ നിയമവ്യവസ്ഥിതിക്കോ മനസ്സിലാകാത്തതാണ്. അതുകൊണ്ടാണ് ആ ഉദാഹരണം തന്നെ അവിടെ അടുത്ത് പറഞ്ഞത്. ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ഖളിറിൻ്റെ ആ പ്രവൃത്തി, ആ നിഗൂഢ വഴികളെക്കുറിച്ച് ഒരിക്കലും ആ സിറിനെക്കുറിച്ച്, ആ നിഗൂഢതയെക്കുറിച്ച് സാമാന്യ മനുഷ്യന്, സാമാന്യ ജനതയ്ക്ക്, സാമാന്യ ബോധത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, അറിയുക. എന്താണ് അറിയേണ്ടത്? അത്തരം വ്യക്തികൾ ഹക്കിൻ്റെ കൂടെ, അൽ ഹക്കിൻ്റെ കൂടെ അതിൽ നിരതമായിരിക്കുന്ന, അതിൽ മഗ്നമായിരിക്കുന്ന ആളുകൾ, പരമ്പൊരുളിനൊപ്പം ഇരിക്കുന്ന, പരമ്പൊരുളിൽ നിന്ന് വെളിപാടുകളെയും പ്രത്യുത്തരങ്ങളെയും, വെളിപാടുകളെയും പ്രതിവചനങ്ങളെയും പരമ്പൊരുളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗുരുക്കന്മാരുണ്ട്, മനുഷ്യരുണ്ട്. ആ ദിവ്യ പ്രചോദനത്താൽ സദാ ജീവിക്കുന്ന ദൈവികതയുടെ നായിബുകളായ, ദൈവികതയുടെ ഖലീഫമാരായ ആളുകളുണ്ട്, അതിൻ്റെ പ്രതിനിധികളായ ആളുകളുണ്ട്. അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഗുരുവിനെ സുബോധ്യമാക്കാൻ വേണ്ടി പറയുകയാണ്. ഹർച്ച ഫർമായത് ബുവദ് ഈനെ സ്വവാബ്, ഹർച്ച ഫർമായത്, അവരെന്ത് പ്രവർത്തിച്ചാലും ഏതൊന്ന് പറഞ്ഞാലും, ഹർച്ച ഫർമായത് ബുവദ്, അവരെന്ത് കൽപ്പിച്ചാലും, ഹീനെ സ്വവാബ്, അതെല്ലാം ശരിയായിരിക്കും. അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് ചിലപ്പോൾ നമ്മുടെ സാമാന്യ ബോധത്തിന്, സാമാന്യ ലോകത്തിന്, നിയമതലത്തിന്, ആ ബാഹ്യ ബോധത്തിന് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലോ അവർ ഏതൊരു തലത്തിലാണോ നിലകൊള്ളുന്നത്, അവർ നിലകൊള്ളുന്ന തലമെന്ന് പറഞ്ഞത് ആ ദൈവികതയിൽ നിന്നുള്ള വെളിപാടുകളും പ്രതിവചനങ്ങളും സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണവർ. അത്തരത്തിലുള്ള അപൂർവ വ്യക്തികളാണ്, അപൂർവ വൈദ്യന്മാരാണവർ, അപൂർവ വിഷഗ്വരന്മാരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ രഹസ്യം
നമുക്ക് ആ ആമ ഹൽക്കിന് ഒരിക്കലും മനസ്സിലാവില്ല. ആമ ഹൽക്കിന് മനസ്സിലാകുന്നതിനപ്പുറത്തുള്ള പല പ്രവർത്തനങ്ങളും അവർ ചെയ്യും. അതിനെ ഉൾക്കൊള്ളുക പ്രയാസമാണ്. എങ്കിലോ അവരേതൊന്ന് പ്രവർത്തിച്ചോ, ഏതൊന്ന് പറഞ്ഞോ, ഏതൊന്ന് ചെയ്തോ അതെല്ലാം പരമമായ ശരിയായിരിക്കും, അത് പരമാർത്ഥവുമായിരിക്കുമെന്ന് ഗുരു ഇവിടെ അന്വേഷികളെ ബോധ്യപ്പെടുത്തുകയാണ്. ആൻ കെ ജാൻ ബഖ്ഷദ് അഗർ ബുഖ്ഷദ് റവാസ്ത്, ആരാണോ ജീവൻ നൽകിയത്, ജീവൻ നൽകിയവന് അഗർ ബുഖ്ഷദ് റവാസ്ത്, അതിനെ തിരിച്ചെടുക്കുന്നതിനും അനുവാദമുണ്ട്. ജീവൻ ഏകിയവനാരോ അവന് ജീവൻ എടുക്കാനുള്ള അവകാശമുണ്ട്, അനുവാദമുണ്ട്. അത് അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ്. ജീവൻ നൽകുന്നവൻ തന്നെയാണ് ജീവൻ എടുക്കുന്നത് എന്ന് ആ ദൈവികത തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നായബസ്ത് ദസ്തെ ഈ ഊ ദസ്തെ ഹുദാസ്ത്, നായബസ്ത് ദസ്തെ, ആ നായിബായ ആ ദൈവത്തിൻ്റെ പ്രതിനിധിയായവൻ്റെ ദസ്ത്, അവൻ്റെ കൈകൾ എന്ന് പറഞ്ഞത് ഊ അവൻ്റേത്, ഊ ദസ്ത് ഹുദാസ്ത്, അവൻ്റെ കൈകൾക്ക് മേലെയുള്ളതല്ലേ. അവൻ്റെ കൈകൾ ആരുടെ കൈകളാണ്? ഹുദാസ്ത്, ദൈവത്തിൻ്റെ തന്നെ കൈകളാണത്. ദൈവത്തിൻ്റെ തന്നെ കൈകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ തന്നെ കൈകളാണ് അവൻ്റെ കൈകളായി വരുന്നത്. ഒരു വിശ്രുതമായ ഒരു ഹദീസുണ്ട്, പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്. ദൈവത്തിലേക്ക് നിങ്ങൾ ഒരു ചാണെടുത്താൽ അവനൊരു മുഴമെടുക്കും എന്ന് തുടങ്ങിയ, നിങ്ങൾ നടന്നു വന്നാൽ ഓടിച്ചെല്ലും, നിങ്ങളുടെ കൈയാവും കാലാവും കണ്ണാവും എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അത് ആയിത്തീരുന്ന ഒരവസ്ഥയാണ്. അവൻ്റെ കർമ്മങ്ങൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ സർവവും ആ ദിവ്യ പ്രചോദനത്താൽ മാത്രമായിത്തീരുന്ന, ആ ദിവ്യപ്രകാശമായിത്തീരുന്നവൻ്റെ അവസ്ഥയാണ്. അവിടെ അവൻ ചെയ്യുന്നതെല്ലാം പരമാർത്ഥമായിരിക്കും, പരമമായ ശരിയായിരിക്കും. നമ്മുടെ സാമാന്യതയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിലും ആ ജീവൻ നൽകിയവൻ തന്നെയാണ് ജീവൻ എടുത്തത്. അതിൻ്റെ കൈയായി ഇവിടെ ഗുരു പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ഗുരുവഴികളിലെ ആത്മാന്വേഷി എങ്ങനെ ഇരിക്കണം എന്നതിനെ കൂടി ഇവിടെ ഗുരു റൂമി പറഞ്ഞു തരികയാണ്. ഹം ചു ഇസ്മായിൽ പീഷഷ് സർ ബനഹ്, ഏതുപോലെയാണ് ഗുരുവിന് മുമ്പിൽ ശിഷ്യനാകേണ്ടത്? ഇസ്മായിലിനെ പോലെ. പീഷഷ് സർബനഹ്, അവൻ്റെ മുന്നിൽ തലവെച്ച് കൊടുക്കുക. ഗുരുവിൻ്റെ മുന്നിൽ ഇസ്മായിലിനെ പോലെ തലവെച്ച് കൊടുക്കുക. ഇസ്മായിൽ ബലി കൊടുക്കാൻ വേണ്ടിയുണ്ടായ ഒരു ദിവ്യ വെളിപാടിനെ തുടർന്ന് പ്രവാചകനായ ഇബ്രാഹിം അതിനെ ബലിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കഥയുണ്ട്. ഖുർആനിലും ബൈബിളിലൊക്കെ പറയുന്ന കഥ. അതിൽ ആളുകൾ വ്യത്യാസമുണ്ടെങ്കിലും ഏതാണ്ട് ഒരേ ആശയം തന്നെ ബൈബിളിൽ. അപ്പോൾ അങ്ങനെ ഇസ്മായിലിനെ പോലെ അവിടെ തലവെച്ച് കൊടുക്കുക. എന്തിൻ്റെ മുന്നിലാണ് തലവെക്കേണ്ടത്? ഷാദു വഹന്താൻ, ഏതുപോലെ ഷാദു ഖന്താൻ, പുഞ്ചിരിച്ചുകൊണ്ട്, സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, ആനന്ദത്തോടെ നീ നിന്റെ തല വെക്കുക. പീഷ തീഗഷ് ജാൻ ബദേ, ആ ജീവനെടുക്കുന്ന വാളിന് മുന്നിൽ, ജീവനെടുക്കുന്ന കത്തിയുടെ മുന്നിൽ, ജീവനെടുക്കുന്ന വാളിന് മുന്നിൽ അവിടെ തലവെച്ച് കൊടുക്കുക. അവിടെ ആ ജീവൻ ഇല്ലാതാക്കേണ്ടതുണ്ട്. ആ നഫ്സിനെയാണ് ഇല്ലാതാക്കുന്നത്. അതൊരു പ്രതീകമാണ്. അത് ഖുർആനിൽ പറയുന്നത് ദിബഹുൻ അലീം എന്ന് പറയുന്നുണ്ട്. ഒരു വളരെ വിശിഷ്ടമായ ഒരു ആട്, ആ വിശിഷ്ടമായ ആടിനെയാണ് ബലി കൊടുക്കുന്നത്. അവിടെയാണ് മൂത്തു ഖബ്ല അൻ തമൂത്തു എന്ന് പറയുന്നത്. മരണത്തിന് മുമ്പേ മരിക്കാനുള്ള നിന്നിലെ ഏറ്റവും വിശിഷ്ടമായതിനെ, നിന്നിൽ വിശിഷ്ടമെന്ന് നീ കരുതുന്നതിനെ, നിന്റെ നഫ്സിനെ, ആ വിശിഷ്ടമായത്, നിന്നിൽ ഏറ്റവും വിശിഷ്ടമായത് നിന്നിൽ വരണമെങ്കിൽ ആ നിന്നിലെ നീ അല്ലാത്തതെല്ലാം അവിടെ ഇല്ലാതാവേണ്ടതുണ്ട്. അതിനെ ഇല്ലാതാവാൻ വേണ്ടിയാണ് ഇസ്മായിലിനെ പോലെ അവിടെ തലവെച്ച് കൊടുക്കുന്നത്. ആ തലവെച്ച് കൊടുക്കുന്ന ആ ഗുരുവിന് മുന്നിൽ ഇസ്മായിലിനെ പോലെ ആവുക. ഗുരുവഴികൾ ഖദറിനെ പോലെ നിഗൂഢസ്ഥമായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഖദറിനെ പോലെ എത്ര നിഗൂഢമായ, നിനക്കറിയാത്ത, നിന്റെ ബോധത്തിലില്ലാത്ത, നിന്റെ നിയമവ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നിന്റെ യാതൊരു തല ബോധ്യത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത വഴികളിലൂടെ ചിലപ്പോൾ ഗുരുക്കന്മാർ സഞ്ചരിച്ചെന്നിരിക്കും. പക്ഷേ അവിടെ എങ്ങനെയാണോ നിനക്കവിടെ കീഴടങ്ങാൻ കഴിയുന്നത്, ഇസ്മായിലിനെ പോലെ തലവെച്ച് കൊടുക്കാൻ കഴിയുന്നത്, അവിടെ മാത്രമേ നിന്റെ നഫ്സിൻ്റെ ആ ഭാവത്തെ, ആ ഇരുട്ട് പൂർണ്ണമായും മാറി ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത്രയും ശേഷിയുള്ള ഗുരുക്കന്മാർക്കാണ് അത് ചെയ്യാൻ കഴിയുക. ഇന്നലെ നമ്മൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കഥ പറഞ്ഞു.
ഒരു മൂർഖനെ തന്നെ കണ്ടെത്തുക എന്ന് പറഞ്ഞത്. അതുപോലെ ആ വെപ്രാളപ്പെടുന്ന തവളയെ രക്ഷിക്കാൻ, അതിനെ വിഴുങ്ങാൻ കഴിയാതിരിക്കുന്ന, അവിടെ ആ കഴിയാത്ത അവസ്ഥയിൽ അതിനെ രക്ഷപ്പെടുത്താനും കഴിയൂല, ആ നീർക്കോലിക്ക് അതിനെ വിഴുങ്ങാനും കഴിയില്ല, തവളയ്ക്ക് രക്ഷപ്പെടാനും കഴിയാത്ത അവസ്ഥ വരുന്നിടത്താണ് യഥാർത്ഥ ഗുരുക്കന്മാരുടെ രീതികൾ. യഥാർത്ഥ ഗുരുവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ഗുരുവിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര നിഗൂഢമായ വഴികളിലായിരിക്കും ഗുരുക്കന്മാർ സഞ്ചരിക്കുക എന്നും ഇവിടെ ബോധ്യപ്പെടുത്തും. അതിന് വിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ സാക്ഷ്യമാണ്. ആ ബാഹ്യ നിയമത്തിൻ്റെയും ആ മഅരിഫത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സമുദ്രങ്ങൾ ഒരുമിച്ച ഇടത്തിലാണ് അവർ കണ്ടുമുട്ടുന്നത്. അവർ പോകുന്ന വഴിയിലെല്ലാം പറയുന്നുണ്ട്, നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ആ ഹൃദയ സ്വാസ്ഥ്യത്തോടെ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. ആ പൂർണ്ണമായ സമർപ്പണത്തിന് മാത്രമേ അത് ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. ആ സമർപ്പണമാണ് വിഷയം. ആ സമർപ്പണം എന്നത് അവിടെ പൂർണ്ണമായ വിധേയത്വത്തോടെ ആ കർമ്മങ്ങളിലെ ഗുരുവഴികളിലുള്ള സഞ്ചാരങ്ങളെ സമ്പൂർണമായ സമർപ്പണത്തോടെ അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ സ്വീകരിക്കാൻ ആ ട്രസ്റ്റ് ഉണ്ടാവണം, ആ ഈമാൻ, ആ സബ്മിഷൻ, ആ സറണ്ടർ, ആ പൂർണ്ണമായ അടിയറവ് അവിടെ പൂർണ്ണമായും എല്ലാം വച്ച് ഒതുങ്ങിക്കൊടുക്കുന്നിടത്ത് മാത്രമേ, അവിടെ ഒരു ഇസ്മായിലാവുന്നിടത്ത് മാത്രമേ ആ യഥാർത്ഥമായ ആ സാക്ഷ്യം സംഭവിക്കുന്നുള്ളൂ. ആ സാക്ഷ്യമെന്ന് പറയുന്നത് കാണലാണ്. ആ രക്തസാക്ഷ്യം എന്ന് പറയുന്നത് ആ നഫ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതുണ്ട്. അതിൻ്റെ രക്തം ചിന്തേണ്ടതുണ്ട്. ആ രക്തത്തെയാണ് ഇവിടെ ചിന്തിയിരിക്കുന്നത്. ആ നഫ്സിൻ്റെ രക്തം ചിന്തി ഇല്ലാതാക്കിയിരിക്കുന്നു. അതാണ് ഗുരു ചെയ്തിരിക്കുന്നത്. അവിടെയാണ് രക്തസാക്ഷ്യം സംഭവിക്കുന്നത്. അവിടെയാണ് സാക്ഷിയാവുന്നത്. ആ നഫ്സിൻ്റെ മറകൾ, നഫ്സിൻ്റെ യവനികകൾ, അതിൻ്റെ ഇരുട്ട് പൂർണ്ണമായും നീങ്ങുമ്പോൾ ആ പൂർണ്ണപ്രകാശം അവിടെ തെളിഞ്ഞു വരികയാണ്. അവിടെയാണ് സാക്ഷ്യം സംഭവിക്കുന്നത്. സാക്ഷ്യവും ഒന്നാകുന്ന, സാക്ഷിയും എന്താണോ സാക്ഷിയാകേണ്ടത് അത് രണ്ടും ഒന്നായിത്തീരുന്ന സാക്ഷ്യത്തിൻ്റെ നിമിഷങ്ങളാണ് അത്. അതിനെയാണ്, ആ വഴികളിലെ ആഴങ്ങളെക്കുറിച്ചാണ് ഈ മൊഴിമുത്തുകളിലൂടെ മൗലാന റൂമി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ പരിഭാഷ വായിക്കാം. ഭിഷഗ്വരൻ്റെ കൈകളാൽ ആ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ എന്തിനെയെങ്കിലും ഭയപ്പെട്ടോ ആയിരുന്നില്ല. ആ ഭിഷഗ്വരൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുമില്ല, ഒന്നിനെയും ഭയപ്പെട്ടിട്ടുമില്ല. രാജാവിൻ്റെ ഇംഗിതത്തിന് വേണ്ടി അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. ദൈവികമായ വെളിപാടും കൽപ്പനയും വരുന്നതുവരെ, അത് വരാതിരുന്നതുവരെ അത് ചെയ്തിട്ടില്ല. വരുന്നതുവരെ കാത്തിരുന്നു. അതിനുശേഷമാണ് അത് ചെയ്യുന്നത്. അത് പൂർണ്ണമായും ദൈവിക വെളിപാടിനനുസരിച്ചായിരുന്നു. ഖിളിർ ആ കുട്ടിയുടെ ഖണ്ഡം ഛേദിച്ചതിൻ്റെ രഹസ്യം സാമാന്യ മനുഷ്യർക്കൊട്ടും തിരിച്ചറിയാനായില്ല. സാമാന്യ മനുഷ്യർക്കൊട്ടും തിരിച്ചറിയാനാവുന്ന അവസ്ഥയല്ല അത്. ഇന്നും അത് തന്നെയാണ്. ചില ഖുർആന്റെ തഫ്സീറുകളിലൊക്കെ പറയുന്നത് ഖിളിർ എന്നത് ഒരു അതീത മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ തലത്തിലിരിക്കുന്ന ഒരാൾക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആകാശത്തുനിന്ന് ദൈവികമായി സവിശേഷമായി ദൈവം ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു മനുഷ്യനാണ്. കാരണം ഭാവിയിലെ ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ, ഭാവിയിൽ ചെയ്യുന്ന ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഇന്ന് വിധി പറയുക എന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്ന അത് വലിയൊരു ഭാഗമാണ്. ആ ഖുർആനിൻ്റെ ആ വചനസാരത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അതൊരുപാട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിലേക്ക് കടക്കാൻ നമുക്ക് ഇവിടെ സമയപരിമിതിയുണ്ട്. ഖിളിർ ആ കുട്ടിയുടെ ഖണ്ഡം ഛേദിച്ചതിൻ്റെ രഹസ്യം സാമാന്യ മനുഷ്യർക്ക് ഒട്ടും തിരിച്ചറിയാനായില്ല. ആ പൊരുളിൽ മഗ്നമായി വെളിപാടും പ്രതിവചനവും സിദ്ധമാകുന്നവനാരോ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം പരമാർത്ഥമായിരിക്കും. ആ പരമ്പൊരുളിൽ, ആ ഹക്കിൽ, ആ അൽ ഹക്കിൽ പൂർണ്ണമായും മഗ്നമായിരിക്കുന്ന, അവർക്ക് എപ്പോഴും ആ വെളിപാടിൻ്റെയും പ്രതിവചനവും അവർക്ക് സിദ്ധമായിക്കൊണ്ടിരിക്കുന്നതാണ്. അത്തരം ആളുകൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം പരമാർത്ഥമായിരിക്കും. പരമാർത്ഥമേ അവർക്ക് പറയാനുള്ളൂ. പരമാർത്ഥ പൊരുളാണ് അവർ പറയുന്നത്. കാരണം അത് സാമാന്യമായ കാഴ്ചയ്ക്ക് അതീതമാണ്. സാമാന്യമായ നിയമവ്യവസ്ഥിതിക്ക് മീതെയാണ്. സാമാന്യമായ നിയമവ്യവസ്ഥിതിക്കോ കാഴ്ചയ്ക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണത്. എന്നിട്ട് പറയാണ്, ജീവൻ നൽകിയവനെ ജീവൻ എടുക്കുന്നതും അനുവദനീയമാണ്. അവൻ തന്നെയാണ് ഇവിടെ ജീവൻ എടുത്തത്. ആ ദിവ്യ പ്രതിനിധിയുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ. അതും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്.
നിങ്ങൾ എറിഞ്ഞത് നിങ്ങളായിരുന്നില്ല, അത് ദൈവത്തിൻ്റെ കൈകൾ തന്നെയാണ് എറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൈകൾക്ക് മീതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളാണ് എന്ന് പറയുന്നുണ്ട്. അത് ആ തലത്തിൽ ആ ബോധ്യ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവിടെ അവരുടെ കൈകളല്ല, ആ നായിബ് എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ദിവ്യ പ്രതിനിധിയുടെ കരങ്ങൾ, അത് മറ്റാരുടെയും ആ വ്യക്തിയുടെ കരമല്ല. അതായിക്കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണ്. എന്നിട്ട് പറയാണ്, ആത്മാന്വേഷിയോട് പറയാണ്, ഹസ്രത്ത് ഇസ്മായിലിനെ പോലെ ആത്മനാഥൻ്റെ മുന്നിൽ സമർപ്പിതനായി തലവെക്കൂ, പുഞ്ചിരിയോടെയും ആനന്ദത്തോടെയും അവൻ്റെ വാളിന് മുന്നിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട്. ആ ഗുരു ഇല്ലാതാക്കാൻ വന്നവനാണ്. ഗുരു ഒരിക്കലും നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നവനല്ല ഗുരു. നിങ്ങളുടെ ഇച്ഛയ്ക്ക് മേൽ കഠിനമായ മൂർച്ചയുള്ള വാള് വയ്ക്കുന്നവനാണ് ഗുരു. ആ ഗുരുവിൻ്റെ മുന്നിൽ സമർപ്പിതനായി എപ്പോഴാണോ നിങ്ങൾക്ക് തലവെക്കാൻ കഴിയുന്നത്, അതിനെ ആനന്ദത്തോടെയും പുഞ്ചിരിയോടെയും ഇസ്മായിലിനെ പോലെ തലവെക്കാനാകുന്നത് എപ്പോഴാണോ, അപ്പോഴേ നിങ്ങളിലെ ഇരുള് നീങ്ങുന്നുള്ളൂ. ആ ഇരുളിനെ, ആ നഫ്സിനെ, ആ നഫ്സിൻ്റെ ഇച്ഛകളെ, ദേഹേച്ഛകളെ, ആ നഫ്സുൻ അമ്മാറത്തിനെ, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ട, നിഹനിക്കേണ്ടതുണ്ട്, അതിനെ മുറിച്ച് കളയേണ്ടതുണ്ട്. അങ്ങനെ മുറിച്ച് കളയുന്ന ഗുരുവിനെ ആ ഗുരു ചിലപ്പോൾ അത്രയും ക്രൂരമായാണ് ചെയ്യുന്നതെന്ന് തോന്നും. അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ രീതികൾ, ആ ജലാലിയത്തിൻ്റെ, ആ പൂർണ്ണമായ ഗാംഭീര്യദ്യുതിയുടെ വഴികളിൽ അത്ര കർക്കശമായി ചില രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെയാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. ആ ഗുരുവിൻ്റെ വഴി അത്ര നിഗൂഢസ്ഥമാണ്, അത്രയും കർക്കശമാണ്, അത്രയും പരുഷമാണ്. പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടതുണ്ടാവും. ഇതെല്ലാം ഓരോ ശിഷ്യരുടെയും അവസ്ഥക്കനുസരിച്ച്, ഓരോ ശിഷ്യരുടെയും നഫ്സിൻ്റെ ഘട്ടത്തിനനുസരിച്ച്, ആ തലത്തിനനുസരിച്ച് സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ തലത്തിൽ ആ ഗുരു അങ്ങനെ അതിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ആ ഇല്ലാതാക്കലാണ്, ആ ഇല്ലാതാക്കുന്നതിന് മുമ്പിൽ ഒരു ഇസ്മായിലിനെ പോലെ ഇരുന്ന് കൊടുക്കാൻ, ആ വാളിന് മുന്നിൽ തലവെച്ച് കൊടുക്കാൻ സന്നദ്ധനാകേണ്ടതുണ്ട്, സമർപ്പിതനാകേണ്ടതുണ്ട്. അതിനെ തന്നെയാണ് ഗുരു ബോധ്യപ്പെടുത്തുന്നത്. ആ വഴികൾ നിഗൂഢമാണ്, ഖലറിൻ്റെ വഴിയാണത്. അവിടെ കൊല ചെയ്യപ്പെടുമ്പോൾ, ആ കുഞ്ഞിനെ കൊല ചെയ്യുമ്പോൾ അതിൻ്റെ വഴികൾ സാമാന്യ ബോധത്തിനോ സാമാന്യ വ്യവസ്ഥിതിക്കോ സാമാന്യ നിയമ തലത്തിനോ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതിന് ഖുർആൻ സാക്ഷ്യമാണ്. ആ ഖുർആനികമായ പൊരുളിലൂടെ, ഖുർആനികമായ ജ്ഞാനപ്രകാശത്തിൻ്റെ അതീതമായ വഴികളിലൂടെയാണ് ഗുരു ഈ മസ്നവിയിലെ ഓരോ അടയാളപ്പെടുത്തലും അതിൻ്റെ അകമയുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ വേരിൻ്റെ വേരാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അത് ആയിരിക്കുന്നത്. അതിൻ്റെ അകമയുണ്ട്, അതിൻ്റെ പ്രകാശത്തെ, അതിൻ്റെ ഹൃദയപൂർവ്വം ആ ഖുർആനിനെ സമീപിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ തലങ്ങളെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിൽ എഴുതപ്പെട്ട ഓരോ വരികൾക്കടിയിലും ഖുർആനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അൽ ബഖറയിലെ ഭാഗങ്ങൾ പറയുന്നുണ്ട്, അൽ കഹ്ഫിലെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഖുർആനിൻ്റെ ഒരുപാട് സൂക്തങ്ങൾ, ഞാൻ ആ സൂക്തങ്ങൾ എല്ലാം എടുത്തിട്ടില്ല, കാരണം അത് ആ സാമാന്യ കേൾവിയിൽ ഈ വശത്തെ അതിൽ പ്രതിപാദിക്കുന്നതിന് പ്രതീകാത്മകമായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം അതങ്ങനെ തന്നെയാണ്, അതിൻ്റെ പൊരുളിലൂടെയാണ് ഇതിനെ സംവദിക്കുന്നത്, അതിൻ്റെ പൊരുളിലൂടെയാണ് ഇതിനെ തിരിച്ചറിയുന്നത്. അവിടെയാണ് ഈ രണ്ട് കഥകൾ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ രണ്ട് കഥകളെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അൽ ബഖറയിൽ പറഞ്ഞ കഥയും പിന്നെ ഇസ്മായിലിൻ്റെ കഥയും. ഇസ്മായിലിനെ പോലെ നിങ്ങൾ തലവെച്ച് കൊടുക്കുക എന്നും, ഖിദറിൻ്റെ രീതികൾ, ആ നിഗൂഢസ്ഥമായ രീതികൾ തിരിച്ചറിയാൻ കഴിയില്ല എന്നും അകമേ ഓരോ ആത്മാന്വേഷിയും അവൻ്റെ ആത്മാന്വേഷണ വഴിയിൽ പൂർണ്ണമായും ഉറപ്പിച്ചിരിക്കേണ്ടതാണത്. ഇവിടെ പറഞ്ഞ ചില വാക്കുകൾ കൂടി പറഞ്ഞു പോകാം. ആദ്യം പറഞ്ഞ അദസ്തെ ഹക്കീമിൻ്റെ കൈകളാണ് അദ്ദേഹത്തെ കൊല ചെയ്തത്. എന്നാൽ ആ ഹക്കീമിൻ്റെ കൈകൾ ഹക്കീമിൻ്റെതായിരുന്നില്ല, അത് ദൈവത്തിൻ്റെ കൈകളായിരുന്നു. ദസ്തെ ഖുദാസ്ത്, അത് ദൈവത്തിൻ്റെ കൈകൾ തന്നെയായിരുന്നു എന്ന് ഒടുവിൽ പറയുന്നുണ്ട്. ആ ഹക്കീം അത് പ്രവർത്തിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അംറു വ ഇൽഹാമെ ഇലാഹ്. അമ്ര എന്ന് കൽപ്പനയാണ്, ആ ദൈവികമായ കൽപ്പനയാലും വ ഇൽഹാമെ ഇലാഹ്, ഇലാഹിൻ്റെ ആ ദൈവികതയുടെ ദിവ്യമായ വെളിപാടിനാലുമാണ്. ആ ദിവ്യമായ വെളിപാട് ഉറച്ചു വന്ന്
അവൻ്റെ കൽപ്പനകൾ വ്യക്തമായിട്ട് വന്നു. ആ കൽപ്പനയിലൂടെയാണ് ഈ നഫ്സിൻ്റെ ഈ കണ്ണികളെ നഫ്സിലേക്ക് എത്തിച്ചേരുന്ന പദാർത്ഥത്തിൻ്റെ കണ്ണിയെ, ആ പദാർത്ഥത്തിനെ പൂർണ്ണമായും ആ അപ്പുറത്തിരിക്കുന്ന കണ്ണിയെ മുറിച്ച് കളഞ്ഞ് ആ നഫ്സിൻ്റെ ഇരുട്ടിനെ അതിൽ നിന്നില്ലാതായി, അതിൻ്റെ ആസക്തിയിൽ നിന്ന്, അതിൻ്റെ ആശാപാശത്തിൽ നിന്ന്, അത് കുടുങ്ങിക്കിടക്കുന്ന ഏതൊരവസ്ഥയിലാണോ യഥാർത്ഥമായ പ്രകാശത്തിലേക്ക്, പരമ്പൊരുളിലേക്ക്, പൂർണ്ണ പ്രകാശത്തിലേക്ക്, ആ ജീവാത്മ സ്വരൂപത്തിലേക്ക് തിരിയാനാവാത്ത വിധം ആ നഫ്സ് കുടുങ്ങിക്കിടക്കുന്നത് ഏതെല്ലാം കുരുക്കുകളിലാണോ അവിടെ എത്തി കർക്കശമായി അതിനെ മുറിച്ചു മാറ്റുകയാണ് ഗുരു ചെയ്തത്. അത് പൂർണ്ണമായും ദൈവികമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ഏതുപോലെയാണ് ഖലറിൻ്റെ ബുബ്രീദ് ഹൽക്ക്, ആ കുഞ്ഞിൻ്റെ ഖണ്ഡം ഛേദിച്ചതുപോലെ ആ സാമാന്യ തലത്തിന് തിരിച്ചറിയാൻ പറ്റാത്തതിനപ്പുറത്തായിരുന്നു. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഈ തലത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും പല ആളുകളും ഈ മസ്നവിയുടെ പരിഭാഷകളിലെല്ലാം ഇതിനെ മാറ്റിവെക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലത്തെ ഈ നിഗൂഢമായ വഴിയെ ചിലപ്പോൾ ഇത്രയും സുഭഗമായി പറയുന്ന മസ്നവിയിൽ എങ്ങനെ ഈ കൊല ചെയ്ത കാര്യമൊക്കെ പറയുന്നു എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ചില പരിഭാഷകളിൽ ഈ ഭാഗം തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോൾ അതിനോട് എതിർക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണിത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൊരുളിലേക്ക് മൗലാന റൂമി ഏതൊരു തലത്തിലിരുന്നാണോ അതിനെ സംവദിച്ചത്, ഏതൊരു ഹൃദയഭാവത്തെയാണ്, ഏതൊരു ആത്മജ്ഞാനത്തിൻ്റെ തലത്തെയാണോ അത് പറഞ്ഞതെന്നറിയുമ്പോൾ ഒരു വാക്ക് പോലും ഇതിൽ നിന്ന് മാറ്റാനുണ്ടാവില്ല. ഒരു മൗലാനയുടെ റൂമിയുടെ പ്രവർത്തനങ്ങളിലോ ചിന്തകളിലോ അത് പൂർണ്ണമായും പിന്നെയും ഹൃദയത്തോടും ആത്മാവിനോടും ചേർന്ന് നിൽക്കുകയുള്ളൂ. നമുക്കവിടെ സംഘർഷങ്ങൾ ഉണ്ടാവില്ല. ആ സിറിനെ അറിയുമ്പോൾ ഹൽക്കിന് സാമാന്യ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സിറുണ്ട് അവിടെ. അത് ആണ് ആ ഖിളിറിൻ്റെ സിറിനെ പോലെ. അതുപോലെ ഈ വഴികളിലെല്ലാം മൗലാന റൂമി ഇതിൽ പറഞ്ഞു വെച്ചെടുത്തുള്ള സിറുണ്ട്. അത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് ആൻകെ അസ് ഹക്ക്, ആ വിഭാഗം ആളുകൾ, ആ ഹക്കിൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ, സദാ ഹക്കിലായിരിക്കുന്ന ആളുകൾ, അവർക്കാണ് ആൻകെ അസ് ഹക്ക് യാബദ് വഹിയോ ജവാബ്, സദാ ദൈവികമായ പ്രതിവചനവും അതിൻ്റെ വഹിയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കാണത് ഉൾക്കൊള്ളാൻ കഴിയുക. അത്തരം ആളുകൾക്ക് ആ ജീവൻ നൽകിയവൻ തന്നെയാണ് ജീവിച്ചറിയാവും. ആ നായിബിനെ, ആ പ്രതിനിധിയെ, അവിടെ ഉള്ള അവരുടെ കൈകളെല്ലാം ആ ദസ്തെ ഖുദാസ്ത്, അത് ദൈവത്തിൻ്റെ കൈകൾ തന്നെയാണെന്ന പൂർണ്ണമായ ബോധ്യത്തിലേക്ക് അവരുടെ ഹൃദയാവസ്ഥ പരിണമിച്ചിട്ടുണ്ടാവും. ആ ഹൃദയാവസ്ഥ പരിണമിക്കുമ്പോൾ പൂർണ്ണമായും തിരിച്ചറിയും ഇവിടെ ഗുരു പറഞ്ഞ വഴികൾ, ഗുരുവിൻ്റെ വഴികൾ, ഗുരു പറയുന്ന വാക്കുകൾ, ഗുരു പ്രയോഗിക്കുന്ന ഓരോ സുന്ദരമായ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ പൂർണ്ണതയോടെ, ആ പൂർണ്ണ പ്രകാശത്തോടെ, അതിൻ്റെ ഹൃദയ സുഭഗതയോടെയാണ് ഇത് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തുടരാം. സസ്നേഹം.